കലാവിരുതിന്റെ നിറമണിയുകയാണ് കൊല്ലം കളക്ട്രേറ്റ്. മുൻവശം മുതൽ മൂന്നാം നില വരെ ജില്ലയിലെ ചരിത്ര സംഭവങ്ങൾ അനാവൃതമാക്കുന്ന ചുമർ ചിത്രങ്ങൾ അലങ്കാരമാകും. ചിത്രകാരൻ ആശ്രാമം സന്തോഷിന്റെ നേതൃത്വത്തിലാണ് ചുമർ ചിത്രരചന. ജനങ്ങളുടെ ആശ്രയകേന്ദ്രമായ ജില്ലാ കളക്ടറേറ്റ് സാംസ്കാരികതയുടെ സന്ദേശം പകരും. നമ്മുടെ നാടിന്റെ വളച്ചൊടിക്കപ്പെടാത്ത ചരിത്രം രേഖപ്പെടുത്തും. ചരിത്രപ്രസിദ്ധമായ കുണ്ട്ര വിളംബരവുമായി ബന്ധപ്പെട്ട വേലുത്തമ്പി ദളവയുടെ പോരാട്ടങ്ങളും അവതരിപ്പിക്കുന്നു. ഗാന്ധിജിയുടെ കൊല്ലം സന്ദർശനവും ജാതി വിവേചനത്തിനെതിരെ അദ്ദേഹം നടത്തിയ ഇടപെടലുകളും ചിത്രങ്ങളായി. കർഷക പോരാട്ടമായ കടക്കൽ വിപ്ലവത്തിന്റെ ചിത്രമാണ് മൂന്നാം നിലയിൽ വരമൊഴികളായത്. കൊല്ലത്തിൻ്റെ ചരിത്രം വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സ്പേസാണ് യൂട്ടിലൈസ് ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് കുണ്ട്ര വിളംബരമാണ്. പോരാളിയായ വേലുത്തമ്പിയാണ് വരച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ചിത്രം എന്ന് പറയുന്നത് കൊല്ലത്ത് ഗാന്ധി സന്ദർശനത്തിലെ സ്മരണകളാണ് രണ്ടാമത്തെ ചിത്രം. പിന്നോക്ക സമുദായങ്ങൾക്ക് ക്ഷേത്രത്തിനകത്ത് കയറാനോ കുടിവെള്ളം പൊതുക്കിണറിൽ നിന്ന് കുടിവെള്ളം കോരുവാനോ ഉള്ള അവകാശമില്ലായിരുന്നു. ചിത്രം കടക്കൽ വിപ്ലവമാണ്. അത് കാർഷിക സമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചിത്രമാണ് കടക്കൽ വിപ്ലവം എന്ന് പറയുന്നത്. ഫ്രാങ്കോ രാഘവൻപിള്ളയൊക്കെ തൂക്കിലേറ്റപ്പെടുന്ന സംഭവമാണ്. സർക്കാർ ഓഫീസുകളുടെ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായാണ് കെട്ടിടത്തിന്റെ പ്രധാന കവാടം മുതൽ ചിത്രങ്ങൾ വരച്ചത്. അതേ രീതിയിലുള്ള ഒരു പെയിന്റിംഗ് അല്ല, റിയലിസ്റ്റിക് പെയിന്റിംഗ് മോഡല്ല സന്തോഷ് ഉപയോഗിച്ചിട്ടുള്ളത്. ആധുനിക ചിത്രരചന രീതിയെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് കൊല്ലത്തിന്റെ മറ്റു കാര്യങ്ങളെല്ലാം ഇതിൽ ചേർന്ന് വരുന്നുണ്ട്. അത് സൂക്ഷിച്ച് കാണുന്നവർക്ക് അത് മനസ്സിലാവും, നോക്കുന്നവർക്ക് അത് മനസ്സിലാവും. കാരണം പടയണി ഉൾപ്പെടെയുള്ളത്, പിന്നെ കീഴാളരും യുദ്ധഭടന്മാരും അവരെയൊക്കെ പ്രതിദാനം ചെയ്യുന്ന ബിംബങ്ങളൊക്കെ അതിലുണ്ടാവും. അപ്പോൾ ആ രീതിയിൽ വളരെ സമഗ്രമായിട്ട് തന്നെ ഇതിനെ വീക്ഷിച്ച് സന്തോഷിൻ്റേത് ഒരു തനതായ ശൈലിയിൽ ആഡംബര ചിത്രരചന രീതി അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ഒരു കലാകാരൻ എന്ന നിലയിൽ സന്തോഷിന് പൂർണ്ണമായ സ്വാതന്ത്ര്യമാണ് ഞങ്ങൾ കൊടുത്തത്. കളക്ടറേറ്റിന്റെ മുൻവശം മുതൽ മൂന്നാം നില വരെ ജില്ലയിലെ ചരിത്ര സംഭവങ്ങൾ അനാവൃതമാക്കി. കെട്ടിടത്തിന്റെ പ്രധാന പില്ലറുകൾ പൂമുഖം, ഗോവണി, കൈവരി എന്നിവിടങ്ങളിൽ അനുബന്ധ ചിത്രങ്ങളായി ഉപയോഗിച്ചു. വേലുത്തമ്പി ദളവയുടെ പ്രതിമയും നവീകരിച്ചു. വളച്ചൊടിക്കപ്പെടുന്ന ചരിത്രമല്ല, യഥാർത്ഥ ചരിത്രമാണ് ഇവിടെ ഇപ്പോൾ ഈ ചുമർ ചിത്രകഥയായി മാറുന്നത്. ക്യാമറമാൻ അയ്യപ്പദേവിനൊപ്പം രാജ്കുമാർ.